തുടർ ഭരണം വന്നാൽ ചത്ത് കേരളം ചത്ത്. UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരും, അത് തന്നെ പറയാനുള്ള കാരണം. LDFന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ മോശം, വളരെ മോശം. എന്റെ അഭിപ്രായം അതാ. തുടർ ഭരണം വന്നാൽ ചത്ത് കേരളം ചത്ത്. 26 ഒന്നും അറിയാൻ വയ്യേട്ടാ. ഇപ്പൊ ഈ പെൻഷനൊക്കെ കൂട്ടിയുണ്ട്. ഒരു തുടർ ഭരണം ഉണ്ടാവോ? ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഇത് വെച്ച് ചാൻസ് ആണ് തോന്നുന്നത്. പിണറായി സഖാവിനെ ആയിരിക്കും ആയിരിക്കും തോന്നുന്നു. 2026 കേരളം ആര് ഭരിക്കും? ആര് ഭരിക്കുമെന്ന് കേട്ട് കഴിഞ്ഞാ കോൺഗ്രസ് ആണ് ജയിക്കാൻ. അല്ലാതെ LDF ജീവിച്ച് അത് തുടർ ഭരണം വേണമെന്നാണ്. എങ്ങനെയാണ്? ഒന്നും പറയാൻ പറ്റൂല. 2026 കേരളം ആര് ഭരിക്കും മാമ? ആര് ഭരിക്കും മാമ? പ്രശ്നം വെച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോഴത്തെ തുടർ ഭരണം വേണോ? എങ്ങനെയാണ്? നമുക്കങ്ങനെ ജോത്സ്യനെ സമീപിക്കുക. നമുക്കങ്ങനത്തെ ഒരു ഇതില്ല. ആരായിരുന്നാലും കുഴപ്പമില്ല. പ്രതിപക്ഷമില്ല, അത് ശിഥിലമായി. അവരെ തമ്മിലടിയാണ്. അതുകൊണ്ട് ഒരു യോജിപ്പില്ല, കെട്ടുറപ്പില്ല. പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ജയിച്ചേനെ, ജയിക്കുമായിരുന്നു. ഈ കോൺഗ്രസ് എന്ന് പറയുന്നവർ നേരെ നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അത് തമ്മിലടിയാണ്. അവർക്ക് അധികാരമോഹവും പൈസയ്ക്കുള്ള താല്പര്യങ്ങളും ഇതാണ്. അതുകൊണ്ടാണ് ഈ കുഴപ്പം വരുന്നത്. ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജയിച്ചേനെ.